ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുകയാണ് ഇന്ത്യക്കാർക്കെതിരെ. ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ദീപാവലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടായത്. ഇത് പെട്ടെന്ന് സ്പട്ടായിട്ട് പൊട്ടി അങ്ങ് തെറിച്ചത്. ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ ദീപാവലി എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പടക്കം പൊട്ടിയത് കുറച്ച് നാൾ കൊണ്ട് നിർത്തി വെച്ചേക്കുകയാണ്. കാരണം പടക്കവും അതും ഇതുമൊക്കെ അത് ഒന്ന് കുറച്ച് പ്രായമായി. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇത് പൊല്യൂഷൻ കാരണമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ തീയ കത്തീരും ആ സംഭവങ്ങളും സീഡ്സ് കൊടുക്കുക, ഇതൊക്കെ നോർത്ത് ഇന്ത്യ എന്ന് മുതൽ ഓർമ്മയുണ്ട്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന സംഭവമാണ്. കുടുംബവും അതിനകത്ത് പാർട്ടാവും. കാരണം ഇന്ത്യക്കാരൻ്റെ ഫെസ്റ്റിവലാണ് ദീപാവലി, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. അമേരിക്കയിൽ നമ്മൾ മനസ്സിലാക്കുക, ഒബാമ ഭരണത്തിൽ വന്നപ്പോഴാണ് വൈറ്റ് ഹൗസിലും ഓവൽ ഓഫീസിലും അവർ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരെയും വെച്ചുകൊണ്ട് ഗ്ലോബലായിട്ട് ഓവൽ ഓഫീസിൽ ദീപാവലി സെലിബ്രേഷൻ ഉണ്ട്. അന്നുപോലെ തുടങ്ങിയതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ട്രംപ് ദീപാവലി സെലിബ്രേഷൻ നടത്തി. അതിൻ്റെ താഴെ, അതായത് എക്സ് പ്ലാറ്റ്ഫോം, അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്വിറ്റർ, പഴയ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന തെറികൾ അമേരിക്കൻ പ്രസിഡന്റിനെ, അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി ഏത് രീതിയിലാണ് ഇത്ര മോശമായ രീതിയിൽ ദീപാവലി ആഘോഷിച്ചതിനെതിരെ പറയുന്നത്. കേരളത്തിലുള്ള സംഘപരിവാർ ഹാൻഡിലേഴ്സ് ഒന്ന് പോയി വായിച്ചു നോക്കണം അതിൻ്റെ താഴെ.